ഇന്നും ഇങ്ങനെ ഊരി കുത്തിയെന്ന് വിചാരിച്ച് കറണ്ട് ബില്ല് കുറയൊന്നുമില്ല എന്റെ ജിത്തേട്ടാ. കുറയ്ക്കും. യുദ്ധമാണ് നീ കാണാൻ പോണത്. KBSയുമായിട്ടുള്ള ശരാശരി മലയാളിയുടെ യുദ്ധം. കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് അടച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ അല്ല എന്തോരം കറണ്ട് ബില്ല് അടക്കാന്ന് പറയായിരുന്നു. വേഗം പോയി വാങ്ങിട്ടോ. കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് അടച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ എന്തോരം സാധനങ്ങൾ വാങ്ങിയായിരുന്നു. കഴിഞ്ഞ മാസത്തെ കറണ്ട് ബില്ല് അടച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ കൊറേ നേരമായാലോ ചലിക്കുന്നത് പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് കാണിക്കുള്ളൂ. എന്റെ കറണ്ട് മാർഗമാ കുറയ്ക്കണേ. കുറച്ച് കറണ്ട് മാത്രം അങ്ങോട്ട് വിടണേ. ഒരു 10 മിനിറ്റ് ആ മോട്ടർ ഒന്ന് ഇട്ടാ പോലെ ജിത്തോട്ടാ. ഒരു 250 പാറ്റ വെള്ളം കൂടിയാ നമ്മുടെ ടാങ്ക് ഫുള്ളായി. അതാവുമ്പോ മോട്ടർ ഇടണ്ട, കറണ്ട് ബില്ലില്ല. അപ്പൊ ചൂടുണ്ടോ? ഇനി ചൂട് കൂടിയാ കറണ്ട് ബില്ല് കൂടുവോ? തണുപ്പിക്കാം. ജിത്തേട്ടാ ഒരിക്കലേ കം ബാക്ക്. ചത്തിട്ടില്ലടാ. ഇങ്ങനെ വരാൻ വഴി എന്തേ ബില്ലിലൊന്നും കാണുന്നില്ലേ? കള്ളക്കളി 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 എന്നോട് മണ്ട. ഞാൻ പെരപ്പുറത്ത് പുതിയ ആളെ കയറ്റിയിട്ടുണ്ട്. സോളാർ. സോളാറൊക്കെ തട്ടിപ്പണി ചേട്ടാ. തട്ടിപ്പൊന്നുമില്ലടാ. നല്ല ഇൻസ്പയറിന്റെ കിടിലൻ സോളാറ് ഞാൻ വെച്ചിട്ടുണ്ട്. എടാ 78,000 രൂപ സബ്സിഡി ഉണ്ട്. പോരാത്തിന് EMI സൗകര്യം ഉണ്ട്. ഞാൻ പറയുന്നേക്ക് ഒരു ഇടി വെട്ടി ചെയ്ത കൂടി ഇടിഞ്ഞ് പൊളി താഴെ വീഴും. എനിക്ക് അങ്ങനെ ഒരു പേടിയുമില്ല. 30 വർഷത്തെ പാനൽ വാറന്റി കൂടാതെ 10 വർഷത്തെ സർവീസ് വാറന്റി ഒരു തരുന്നുണ്ട്. നിങ്ങളുടെ നമ്പർ കിട്ടോ? എന്തിനാ? KPSയിൽ പുതിയ സോളാർ വെക്കാനാ. ചത്ത് ചത്തിന് അടിയെ പോട്ട് വിട്ടുരുവേ.